സുമതി വളവ് ഡയറക്റ്റഡ് ബൈ വിഷ്ണു. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് പോയി കണ്ട ഒരു മൂവിയാണ്. പക്ഷേ ഒരു പ്യൂർലി ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിന് മെയിൻ കാരണം എന്നല്ല, അതിന് ഒറ്റ റീസണും സെക്കൻഡ് ഹാഫ് എന്തെന്നാ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു ഹൊറർ മൂവി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമേന്റെ പേര് സുമതി വളവാണെന്നുള്ളത് നമ്മൾ മറന്നു പോകും. വല്ല റൊമാൻറ്റിക് മൂവിയൊക്കെ കാണുന്ന രീതിയിൽ ആണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇരിക്കാൻ പറ്റാം. സെക്കൻഡ് ഹാഫിൽ ഒരു അർജുൻ അശോകന്റെ പേരായിട്ട് ഒരു ആക്ട്രസ് ഇതിലുണ്ട്. ആ ആക്ട്രസും അർജുൻ അശോകനും തമ്മിലുള്ള പ്രേമം, പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ പാട്ട്, പിന്നെ അതേപോലെ തന്നെ അവർ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അങ്ങനെ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹൊറർ എലമെന്റ് വരുന്നത് ക്ലൈമാക്സിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ പോകേണ്ട ഒരു സിനിമയല്ല സുമതി വളവ് എന്ന് പറഞ്ഞത്. അത് വേറെ സ്ക്രിപ്റ്റ്, വേറൊരു സിനിമയാണ് സെക്കൻഡ് ഹാഫ്. പക്ഷെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു എന്താ പറയുക, ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ ജസ്നിയ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ടല്ലോ, മുപ്പത്തിരി ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുമായിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു സാധനം വിളക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചിരിക്കുന്ന ഒരു സീനുണ്ട്, ഗംഭീര സാധനങ്ങൾ. അപ്പം അങ്ങനെ തുടങ്ങി നല്ല രസമായിരുന്നു. ഒരു വെറൈറ്റി സാധനം എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ അങ്ങനെ തന്നെയാണ് സിനിമ പോകുന്നത്. ആ സമയത്തൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ലോഡ് ആൾക്കാർ, ഷൈജു കുറുപ്പ്, മറ്റേ സിദ്ധാർത്ഥ് ഭരതന്, അർജുൻ അശോകന്, ബാലു വർഗീസ്, പിന്നെ ആരൊക്കെയാണ്, അങ്ങനെ ആരൊക്കെ കുറെ ആൾക്കാർ ഇതിലുണ്ട്. പിന്നെ ഗോകുൽ സുരേഷ്, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇതിൽ കാസ്റ്റിംഗ് ഉണ്ട്. ഒന്നാമത് ഇതിൽ പെർഫോം ചെയ്യാനുള്ള സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്, ഇനി സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ അർജുൻ അശോകനക്കാണ്. ബാക്കിയുള്ളവരൊക്കെ വെറുതെയാണ് അതിൽ. അത് വേറെ ഏതെങ്കിലും ഒരു ആക്ടർ വന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ മതിയായിരുന്നു. വെറുതെ കുറെ ആൾക്കാർ ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ബട്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും വിളിച്ചിട്ട് സിനിമ സാധനം നന്നായാൽ പോരെ. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ചില ഓഡിയൻസ് റെസ്പോൺസ് കേട്ട് ഹൊററായിട്ട് കൊണ്ടുവന്ന സാധനം കോമഡി ചെയ്യുന്നത്. ഹൊററായിട്ട് കൊണ്ടുവന്ന സാധനം കോമഡി ചെയ്ത് ക്ലൈമാക്സിലാണ്. ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ മേക്കും ചെയ്ത്. ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെയാണ് സാധനം കയ്യിൽ നിന്ന് പോകുന്നത് ഒരൊറ്റ വേറെ ഇങ്ങോട്ടോ. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് ആ ഒരു ഇന്റർവെല്ലിന്റെ ഇനി ഫുള്ള് കാട്ടിൽ കിടന്നിട്ടുള്ള കളിയെന്ന് വിചാരിക്കും. ഒരു ഒലക്കില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ കാട്ടിൽ നിന്ന് ഇവർ പോകുന്നുണ്ട്. പിന്നൊക്കെ പുറത്ത്. പിന്നെ സുമതി ഇല്ല. സുമതി ഉറങ്ങി കുറേ ദിവസങ്ങൾക്ക്. പിന്നെയാണ് സുമതി വന്നിട്ടുണ്ട്. അങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു സിനിമ ആണ് ഇവർ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് ഹാഫ് ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഊമ്പിച്ച് വിട്ടിട്ട് സെക്കൻഡ് ഹാഫ് കാണാൻ ആൾക്കാർ ഊമ്പിക്കാന്ന് അറിയില്ല. അതാണ് സെക്കൻഡ് ഹാഫ്. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പെർഫോമൻസ് അർജുൻ അശോകനക്ക് മാത്രമുള്ള ഇതിൽ പെർഫോം ചെയ്യാൻ അർജുൻ അശോകനാണ് നല്ല രീതിയിൽ അർജുൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ അർജുൻ അശോകന് എന്താ പറയുക, ഈ അഭിനയം അറിയാത്ത ആളല്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി അർജുൻ അശോകൻ ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, പടം ഇതായിപ്പോയി. മനസ്സിലായി? ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ, ഇതിൽ ഈ പ്രേമം വരുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഈ പ്രേമം വെറുതെ ഒരു കുത്തിക്കയറ്റലാണ് ഇങ്ങനത്തെ ഓരോ സിനിമകളിൽ. ഇവർക്ക് എന്തെങ്കിലും കുറച്ച് പാട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പ്രേമം കൊണ്ടുവന്നിക്കുന്നത്. അല്ലാതെ ഇത് സുമതി വളവ് ഒരു ഹൊറർ സാധനത്തിൽ എനിക്കറിയില്ല, ഞാനും കണ്ടിട്ടില്ല ഹൊറർ സാധനത്തിൽ കുറേ റൊമാൻറ്റിക് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. എന്തിനിത്? പിന്നെ ഹൊറർ എന്ന് പറഞ്ഞ സുമതി വളവ് വേറെ പ്രേമ സിനിമ ഇവർക്ക് വേറെ എപ്പോഴെങ്കിലും എടുത്താൽ പോരെ. ഇതൊന്നും മര്യാദ എടുത്ത് കൊണ്ടുപോയാൽ പോരെ. അത് ചെയ്തില്ല. വെറുതെ പ്രേമെന്നും പറഞ്ഞ് നടക്കുക. എന്നിട്ട് അവസാനം എന്നിട്ട് സുമതി പിന്നെ കോമഡിയാ. ആ സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സ് മുട്ടാൻ കോമഡിയാ. അല്ലോ എന്തൊക്കെ കാട്ടണത്. അല്ലെങ്കിൽ സുമതി ആരൊക്കെ മേത്തൊക്കെ കയറുന്ന ഒരു കൊടുത്തില്ല. പക്ഷേ പിന്നെ ഇതിത്തെ കോമഡിയാണ്. ചില സാധനങ്ങൾ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്, ചില സാധനങ്ങൾ ചളിയിട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സിനിമ കെടുക്കുന്നത്. സിനിമ ഒരിക്കലും ഒരു അപരാധം പിടിച്ച പടം അല്ലെങ്കിൽ മോശം പടം എന്നുള്ളതല്ല. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.